അപ്പോൾ സാറ് ഇതുമായി രാഷ്ട്രീയ കാര്യങ്ങളുമായിട്ട് ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ ഒരു സാധാരണപ്പെട്ട ഒരു ഇതുണ്ടാവുമല്ലോ സാർ, തീർച്ചയായിട്ടും. അപ്പോൾ അത് എങ്ങനെ അത് ഒരു ഏകദേശം, അതായത് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ, അത് സാറിന് ബുദ്ധിമുട്ടായിട്ടുണ്ടോ? എനിക്ക് എൻ്റെ കമ്പൽഷനാണ് ജോലി, ഞാൻ ഏറ്റെടുത്തിട്ടുള്ള കടമ നിർവഹിക്കുന്നതിന് യാത്ര അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആഴ്ചകൾ വരാൻ സാധിക്കില്ല. അപ്പോൾ വൈഫ് 2 ചെറിയ കുട്ടികളെ അവരുടെ മാനേജ്മെൻറ്റും അവരുടെ വിദ്യാഭ്യാസം നടത്തിപ്പ് കാര്യങ്ങളൊക്കെ നോക്കുന്നു. പക്ഷേ എനിക്ക് സന്തോഷമുള്ള ഒരു ആശ്വാസം നൽകുന്ന 2 കാര്യമുണ്ടായിരുന്നു. ഒന്ന്, അവരൊരു ഡോക്ടറാണ്, അപ്പോൾ അത്യാവശ്യം വരുമാനമുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവർ പട്ടിണി കിടക്കില്ല. 1. 2, അവർ നല്ല ധൈര്യമുള്ള തൻ്റേടിയായിട്ടുള്ളതാണത്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വീടൊക്കെ നോക്കി നടക്കാൻ അവർക്കുള്ള സാധിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു, കപ്പാസിറ്റിയെ പറ്റിയിട്ട്. ഈ 2 കുട്ടികളിൽ ആരെങ്കിലും മുതിർന്നതിന് ശേഷം അച്ഛാ ഇതൊന്നും മതിയാക്കിക്കൂടെ എന്ന് പറയുകയോ അല്ലെങ്കിൽ അതുമായി ഒരു ഡിസ്കഷൻ വരികയോ? അവർക്ക് ഇഷ്ടമായിരുന്നില്ല, സ്വാഭാവികമായിട്ടും. വീട്ടിലെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ആർക്കും ഇഷ്ടമല്ല. പ്രത്യേകിച്ചിട്ടും നാട്ടിൽ കേട്ടറിവില്ലാത്തൊരു പാർട്ടി, ജനസംഘം, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അടുത്ത കാലത്തൊന്നും ആവാൻ സാധ്യതയില്ലാത്തൊരു പാർട്ടിയെ പ്രാക്ടീസ് ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ ഏത് വീട്ടുകാരെ ഇഷ്ടപ്പെടുക? അപ്പോൾ അതുകൊണ്ട് അതൊരു ലീപ്പ് ഇൻ ടു ദി ഡാർക്കാണ്, ഇരുട്ടിലേക്കൊരു എടുത്തുചാട്ടം വരുന്നത്. പക്ഷേ അത് ആവശ്യമാണെന്ന് തോന്നി എനിക്ക്, എൻ്റെ കൺവിക്ഷൻ അങ്ങനെ ആയി തീർന്നു. അത് സാറിന് എപ്പോഴെങ്കിലും അതായത് സാർ എന്തെങ്കിലും ഒറ്റയ്ക്ക് മാറി എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുമ്പോൾ ധാരാളം അവസരം ഉണ്ടായിരുന്നു ചിന്തിക്കാനായിട്ട്. ജയിലിൽ കിടക്കായിരുന്നില്ല 18-19 മാസം അടിയന്തരാവസ്ഥ സമയത്ത്, പൂർണ്ണമായിട്ടും ജയിലിൽ. എങ്ങനെയാണ് സാർ ജയിലിലെ അനുഭവം? ജയില് മനുഷ്യന് പലതും പഠിക്കാനുള്ള വേദിയാണല്ലോ. എത്ര പേരാണ് സാർ റൂമിൽ? നമ്പൂതിരിപ്പാട്, പിന്നെ അതുമാതിരി തന്നെ KM ജോർജ്, ശ്രീ മന്മഥൻ സാറ് തുടങ്ങി, ശിവരാമഭാരതി, K ശങ്കരനാരായണൻ, R ബാലകൃഷ്ണപിള്ള തുടങ്ങിയിട്ടുള്ള ധാരാളം രാഷ്ട്രീയ നേതാക്കന്മാർ, സംസ്ഥാന നിലവാരത്തിലുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവർ തമ്മിൽ ധാരാളം സൗഹൃദങ്ങൾ? തീർച്ചയായിട്ടും നല്ല സൗഹൃദമായിരുന്നു. രാഷ്ട്രീയമില്ലാത്ത സൗഹൃദം. രാഷ്ട്രീയത്തിനെ പറ്റി ഞാനവിടെ തിരുവനന്തപുരത്ത് 6 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 1 കൊല്ലത്തിലേറെ സമയം ചെലവഴിച്ച് വിയ്യൂർ ജയിലിലായിരുന്നു. അവിടെ അരങ്ങിൽ ശ്രീധരൻ തുടങ്ങിയിട്ടുള്ള MM ലോറൻസ് തുടങ്ങി തമ്പാൻ തോമസ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്താകുമ്പോൾ അതിന് അക്ലമറ്റൈസ്ഡായി ജയിലിൽ. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞങ്ങൾ ആശയങ്ങൾ പരസ്പരം ചർച്ച ചെയ്യും. സോഷ്യലിസത്തിൻ്റെ മേന്മ, ആവശ്യകതയെ പറ്റിയിട്ട് അവർ പറഞ്ഞു തരും. അതിന് നേരെ മറിച്ച് നമ്മുടെ കാഴ്ചപ്പാടുണ്ടല്ലോ, ഏകാത്മ മാനവ ദർശനം, ഇൻ്റഗ്രൽ ഹ്യൂമനിസം, മാനവികതയെ ഊന്നി നിന്നുകൊണ്ട് ധർമ്മരാജ്യം കെട്ടിപ്പടുക്കാനുള്ള ശ്രമം, അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതിൻ്റെ പ്ലസും മൈനസൊക്കെ ഡിസ്കസ് ചെയ്യും. ഒരു ദിവസത്തെ എങ്ങനെയാണ് ഒരു ദിവസത്തെ ജയിൽ ജീവിതം? പിന്നെ ധാരാളം വായന. എനിക്ക് മഹാഭാഗ്യമായി. കാരണം ഞാൻ ഏറെക്കാലം ആഗ്രഹിച്ചിരുന്ന പല സാധനങ്ങൾ, ഇപ്പോൾ വിവേകാനന്ദ സാഹിത്യ എനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നിയിട്ടുള്ളതാണ്. സാഹിത്യ സർവസ്വം 9 വോള്യൂംസ് മുഴുവൻ വാങ്ങി വെച്ചു, പുത്തൻ കംപ്ലീറ്റ് സെറ്റ്. പക്ഷേ വായിക്കാൻ അവിടെ സമയം, അപ്പോൾ അത് കെട്ടിവെക്കുകയായിരുന്നു. അതേമാതിരി തന്നെ ഈ രാമകൃഷ്ണ പരമഹംസരുടെ ജീവിതം, അരവിന്ദോവിൻ്റെ ജീവിതത്തിനെ പറ്റി അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങൾ, ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ, ഇതൊക്കെ തുടങ്ങിയിട്ടുള്ള ദ ഗ്രേറ്റ് മാസ്റ്റർ രാമകൃഷ്ണ പരമഹംസരെ പറ്റിയിട്ടുള്ള ലൈഫ് ഹിസ്റ്ററി, ഇതൊക്കെ മുഴുവൻ വായിക്കാനുള്ള അവസരം കിട്ടി എനിക്ക്. വരുന്ന മുഴുവൻ വായിക്കുന്നല്ലേ, അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമായിരുന്നത്. സാറിപ്പം ഫാമിലി മിസ് ചെയ്തില്ലേ? ഫാമിലി മിസ് ചെയ്യുന്നു, അത് ഒരു ഭാഗം. ഇടയ്ക്കൊന്നും അവർ കാണുന്നൊക്കെ ഉണ്ട്. അത് തിരുവനന്തപുരത്ത് 6 മാസം ആദ്യം കിടന്നപ്പോൾ എനിക്ക് അവരെ വരാൻ സാധിച്ചില്ല. അവർ ഒറ്റയ്ക്ക് 2 കുട്ടികളെയും കൂട്ടി അത്ര ദൂരത്തുനിന്ന് പാലക്കാട്ടിൽ നിന്ന് വരണ്ടേ, അതവർക്ക് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇൻസിസ്റ്റ് ചെയ്തില്ല. പിന്നീട് തൃശ്ശൂരായ ശേഷം എന്നെ അങ്ങോട്ട് എൻ്റെ അപേക്ഷ പ്രകാരം തന്നെ അങ്ങോട്ട് മാറ്റിയത്, വൈഫിനൊക്കെ കുട്ടികൾക്ക് ഒന്ന് കാണാനായിട്ട്. വൈഫ് അവർ കാണാൻ വേണ്ടി വരും, മാസത്തിലൊരിക്കലോ മറ്റോ കാണാൻ വേണ്ടി വരും, അത്രയേ ഉള്ളൂ. അത് വലിയൊരു അനുഭവമാണ്. അത് എന്നെ ഈ വായിക്കാനുള്ള അവസരം ഉണ്ടായി. പിന്നെ എൻ്റെ സാധനയുണ്ടല്ലോ, ഇപ്പോൾ രാമകൃഷ്ണ പരമഹംസരുടെയും മറ്റുമൊക്കെ ലൈഫ്, അത് ഗ്രേറ്റ് മാസ്റ്റർ, അതൊക്കെ വായിച്ച് വിവേകാനന്ദനെ പറ്റിയിട്ടൊക്കെ വായിച്ചപ്പോൾ അതൊന്ന് വളരെയേറെ കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുണ്ടായി. അത് ഞാൻ അന്ന് വാസ്തവത്തിൽ തോന്നിയിട്ടുണ്ട്. രാമകൃഷ്ണ പരമഹംസരുടെ ലൈഫിലും അദ്ദേഹത്തിൻ്റെ ഡെയിലി ഉള്ള അനുഭവങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഗ്രേറ്റ് മാസ്റ്ററിൽ. മന്മഥനാഥ് ഗുപ്ത
അപ്പോൾ എനിക്ക് തോന്നി, അയ്യോ അദ്ദേഹം പോലെയുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുമ്പോൾ ജീവിക്കാൻ സാധിച്ചില്ലല്ലോ, നേരിട്ട് കാണാനും മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ ഞാൻ ആലോചിക്കുമായിരുന്നു. വേറൊരു രസകരമായ സംഭവം ഉണ്ടായി ജയിലിൽ കിടക്കുമ്പോൾ. ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ ഗീത വായിച്ചിട്ടുണ്ടായിരുന്നില്ല അതുവരെ. കോളേജിൽ പഠിക്കുമ്പോൾ അതൊന്നും വായിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ തൃശ്ശൂരിലത്തെ വിലങ്ങൻ രാമകൃഷ്ണാശ്രമത്തിൽ നിന്ന ഒരു സ്വാമിജി ഞങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം അദ്ദേഹം ആഴ്ചയിൽ ഒരു ദിവസം വരും, ബുധനാഴ്ച 2 മണിക്കൂർ തന്നെ ക്ലാസ് എടുക്കും. അപ്പോൾ അദ്ദേഹം വന്നു, ക്ലാസ് എടുത്തു. ഓരോ പ്രാവശ്യം വരുമ്പോൾ ഒരു അധ്യായം എടുക്കും. അങ്ങനെ 18 അധ്യായം ഇന്ന് അവസാനിക്കുന്നു. പിറ്റേ ദിവസം ഞങ്ങളെ വിട്ടായിരുന്നു. അപ്പോൾ തോന്നി ദൈവം ഇത് ഗീത പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ട മാതിരി തോന്നിയ വാസ്തവത്തിൽ. അതുകൊണ്ട് മുഴുവൻ അത് കേൾക്കാൻ സാധിച്ചു. ബൈബിളും ഖുറാനും ഒക്കെ സാറ്? ഞാൻ കുറേശ്ശെ വായിച്ചിട്ടുണ്ട്, പക്ഷേ സമഗ്രമായി വായിച്ചത് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇതിലൊക്കെ തത്വങ്ങൾ അടിസ്ഥാനമായിട്ട് പലതുമുണ്ട്. എങ്കിലും ഭഗവത്ഗീത എന്ന് ലോകം മുഴുവൻ ആദരിക്കുന്നു ഗീതയായിട്ട്. അതിന് ഇന്ന ദൈവത്തിനെ ഇന്ന പ്രകാരം ആരാധിക്കണം, ഇന്ന പ്രകാരം ആരാധിക്കാനില്ലാത്തവരൊക്കെ തന്നെ നരകത്തിൽ പോകും, അങ്ങനെയൊന്നും പറയുന്നില്ല. സാർ ഇനി തിരിച്ച് വരാം. രാഷ്ട്രീയമല്ലാതെ സാർ ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസ് സാറിന് ഭഗവാൻ തരികയാണ് എങ്കിൽ എനിക്കിത് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ സാർ എങ്ങനെയായിരിക്കും അത് ചെയ്തിരിക്കുന്നത്? എനിക്ക് സംസ്കൃതം പഠിക്കാൻ സാധിച്ചില്ല. എൻ്റെ വലിയ ജീവിതത്തിലൊരു വലിയ പോരായ്മയാണത്. പഠിക്കാനായിട്ട് ആരും പറഞ്ഞില്ല, അതിനുള്ള അവസരം ഉണ്ടായില്ല. അന്ന് സംസ്കൃതം പഠിക്കണതൊക്കെ തനി പിന്തിരിപ്പൻ മോശക്കാരായിട്ടുള്ള പുറകോട്ട് പോകുന്ന ആൾക്കാരെന്ന ധാരണയൊക്കെയാണ് നിലവിലുണ്ടായിരുന്നത്. പക്ഷേ ഈ നമ്മുടെ മഹത്തായ സംസ്കാരത്തിൻ്റെ ഭാഷയാണ് അതിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളും വിജ്ഞാനം മുഴുവൻ സംസ്കൃതത്തിലാണുള്ളത്. അത് പഠിച്ചാൽ മാത്രമേ വാസ്തവത്തിൽ നമുക്ക് ഭാരതത്തിൻ്റെ ആ സമ്പത്ത് ശരിക്കും ഉൾക്കൊള്ളാനും അത് ലോകത്തിന് എത്തിക്കാനും സാധിക്കുള്ളൂ. അത് ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് പഠിക്കാൻ അവസരം ഉണ്ടാവണമെന്നൊരു ആഗ്രഹമുണ്ട്. നമുക്ക് എന്തായാലും സാർ നമ്മൾ ചർച്ച കുറച്ചുകൂടെ ഇതാക്കാൻ വേണ്ടിയിട്ടൊരു ഇൻ ബിറ്റ്വീൻ സാറിനൊരു നല്ലൊരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് സാറിൻ്റെ ഈ നമ്മൾ എങ്ങനെയാണ് എത്ര ചെറിയ രീതിയിലാണെങ്കിൽ തന്നെ എങ്ങനെ സുഖമായിട്ട് കഴിയാൻ സാധിക്കും? നാഴിയൂരിപ്പാല് കൊണ്ടല്ലോ നാടാകെ ഉള്ളത് എത്രയും റിസോഴ്സസ് എത്ര ചെറുതാണെങ്കിലും നമുക്ക് അതുകൊണ്ട് സാധിക്കുന്ന അന്നൊരു സംതൃപ്തി ഉണ്ടാകുന്നില്ല. അത് ഭാസ്കരൻ മാസ്റ്റർ ഇതെല്ലാമാണത്. നാഴിയുരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, ആ മാനത്തൊരു പൊന്നോണം. നാഴിയൊരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, ആ മാനത്തൊരു പൊന്നോണം. മഞ്ഞിൻ്റെ തട്ടമിട്ട് ചന്ദ്രൻ മേലെ, സുറുമയാൽ കണ്ണെഴുതി താരകൾ നീളെ, അന്തിക്ക് പടിഞ്ഞാറ് കുലവെട്ടി ചെന്തെങ്ങിൻ കല്യാണ വീട്ടിലാരോ തൂമുല്ലപ്പന്തലു കിട്ടി, കല്യാണ വീട്ടിലാരോ തൂമുല്ലപ്പന്തലു കിട്ടി. നാഴിയുരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, ഓ മാനത്തൊരു പൊന്നോണം. ആകെ നാഴിയൊരിപ്പാലേ ഉള്ളൂ. പക്ഷെ എല്ലാവരും ആനന്ദത്തിലാണ്, സന്തോഷിക്കുന്നുമില്ല കുടുംബം. വാസ്തവത്തിൽ നമ്മുടെ ഈ ഓണമായിട്ട് ബന്ധപ്പെട്ടതാണത്. ഓണം വലിയ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ധർമ്മരാജ്യം എന്നുള്ള സങ്കല്പത്തിൻ്റെ കേരളത്തിലെ അനുഭവമാണല്ലോ ഈ ഓണം എന്നുള്ളത്. എല്ലാവരും പരസ്പരം ശത്രുതയില്ല,
പരസ്പരം വിദ്വേഷത്തിൻ്റെ ഇല്ല, കളവും ചതിയില്ലാത്തതായിട്ടുള്ള, എല്ലാവർക്കും പിന്നെ അങ്ങനെ കഴിഞ്ഞുകൂടുന്നതായിട്ടുള്ള ഉള്ളത് കൊണ്ട് എല്ലാവരും സന്തുഷ്ടരായിട്ട് ജീവിക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം. ഇതല്ലേ വാസ്തവത്തിൽ ധർമ്മരാജ്യത്തിൻ്റെ ആ സങ്കല്പം വേണ്ടത്.